എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര കക്കാടംപൊയിലോട്ടാണ്. ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകത കൂടെയുണ്ട്. എൻ്റെ ചാനലിൽ ഞാൻ ആദ്യമായിട്ട് ബൈക്കിൽ പോകുന്നത് കക്കാടംപൊയിലോട്ടാണ്. കക്കാടംപൊയിൽ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടിയിലാണ്. തിരുവമ്പാടിയിൽ വരുന്ന ഒരു പ്രദേശമാണ് കക്കാടംപൊയിൽ. കോഴിക്കോട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ ഒരു ട്രക്കിംഗ് സ്പോട്ടാണ് കക്കാടംപൊയിൽ. അപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള യാത്രയും അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടാലോ? നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എൻ്റെ വീട്ടിൽ നിന്ന് നടുവണ്ണൂർ, ഉള്ളിയേരി, ബാലുശ്ശേരി വഴി താമരശ്ശേരി എത്തി അവിടുന്ന് കൂടത്തായി വഴി തിരുവമ്പാടി കയറിയിട്ട് വേണം നമുക്ക് കക്കാടംപൊയിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. കക്കാടംപൊയിൽ എന്ന് നമ്മൾ പറയുമെങ്കിലും കക്കാടംപൊയിലിനോട് ചേർന്ന് നായാടംപൊയിലാണ് നമ്മൾ ഈ പറയുന്ന വ്യൂ പോയിന്റ് ഒക്കെ വരുന്നത്. ആ ഒരു വ്യൂ പോയിന്റ് പേരാണ് കുരിശുമല വ്യൂ പോയിന്റ്, കാറ്റാടിമല എന്നൊക്കെ പറയും. അപ്പം നമുക്ക് ഇനിയിപ്പം നമ്മളിപ്പോൾ തിരുവമ്പാടിയൊക്കെ കഴിഞ്ഞ് ചുരം കയറി ഏകദേശം കക്കാടംപൊയിൽ എത്താറായിട്ടുണ്ട്. നമുക്കിനി അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇതാണ് പ്രോപ്പറായിട്ടുള്ള നായാടംപൊയിൽ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ നമുക്ക് എത്തിക്കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്ന്, നമുക്ക് 2 കിലോമീറ്റർ വരെയുള്ള കുരിശുമല ഭാഗത്തോട്ട് നടന്നു പോവാം. അല്ലെങ്കിൽ ഇവിടുന്ന് ജീപ്പ് സർവീസ് ഉണ്ട്. അതിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ എല്ലാ ദിവസവും കോഴിക്കോട് നിന്ന് രാവിലെ 7 മണിക്ക് ഒരു KSRTC ബസ് നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടും. അതിവിടെ നായാടംപൊയിൽ വരെ എത്തും. ഇല്ലെങ്കിൽ നിങ്ങൾ കക്കാടംപൊയിൽ വന്നിട്ട് അവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഇങ്ങോട്ട് ജീപ്പിനോ ഓട്ടോക്കൊക്കെ വരേണ്ടി വരും. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരുവമ്പാടി എത്തിക്കഴിഞ്ഞാൽ അവിടം വരെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ബസ് ഉണ്ട്. പിന്നെ ഇവിടെ വന്നാൽ നമുക്ക് കാറും ബൈക്കും ഒക്കെ പാർക്ക് ചെയ്യാനുള്ള പ്രത്യേക പാർക്കിംഗ് ആയിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇവിടുന്ന് കുറച്ച് നമുക്ക് നടന്നു പോകാനുണ്ട്. ഫസ്റ്റ് നമ്മുടെ വ്യൂ ആണ് കുരിശുമല വ്യൂ പോയിന്റ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഒരു വലിയ മല കൂടെ ഉണ്ട്. നമുക്ക് സമയം നോക്കിയിട്ട് രണ്ടിടത്തും പോവാം. അതിൽ കൂടുതൽ ഭംഗി ഞാൻ കേട്ടത് കുരിശുമലയാണെന്നാണ്. നമുക്ക് ഈ വഴിയല്ല പോകേണ്ടത്. ഇവിടെ ചെറിയൊരു വ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഇത് പറയാൻ വേണ്ടി താഴോട്ടൊന്ന് ഇറങ്ങിയതാണ്. പോകുന്ന വഴിയിൽ ഇവിടെ ഒരു വീട് കണ്ടോ നിങ്ങൾ? ഇത് ഗവൺമെൻറ് പെർമിഷൻ കിട്ടാത്തതുകൊണ്ട് മീറ്ററും കാര്യങ്ങളൊന്നും അനുവദിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം ഉണ്ടാക്കിയിട്ട് പകുതി വഴിക്കായിപ്പോയ ഒരു വീടാണിത്. മൊത്തം കാടൊക്കെ കയറി കിടക്കുകയാണ്. അതുപോലെ നിങ്ങൾ ഈ ഒരു മരം കണ്ടോ? ഈ സാധനം ഇതാണ് ഇതിൻ്റെ കായ്. ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇവിടെയൊക്കെ ഇതിന് ബബ്ലൂസ് നാരങ്ങ എന്നാണ് പറയുക. അപ്പോൾ നിങ്ങളെ നാട്ടിലൊക്കെ ഇതിനെന്താ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഇതാണ് സാധനം. ഇതൊന്നും അല്ല, ഇതിലും വലുപ്പമൊക്കെ ഉണ്ടാവും. ഇതാണ് അതിൻ്റെ മരം. ചെറിയ സമയം കൊണ്ട് ഇവിടുത്തെ ക്ലൈമറ്റ് മൊത്തം മാറി ഫുള്ള് കോടയായിട്ടുണ്ട്. ഞാനിപ്പോ നിൽക്കുന്നത് ഊട്ടിയും കൊടൈക്കനാലൊന്നല്ല, നമ്മുടെ കോഴിക്കോട് സ്വന്തം നായാടംപൊയിലാണ്. നേരത്തെ പോകുന്ന സമയത്ത് ഇത്ര കോടയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പം ഫുള്ള് കോടയാണ്. ഈ പോകുന്ന റോഡ് നിങ്ങൾക്ക് പക്ഷെ അത് ക്യാമറ ഇവിടെ മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. അത്രയും കോട മൂടി. എവിടെയുള്ള പോസ്റ്റ്, ഈ പോസ്റ്റ് മാത്രമേ കാണൂ. അതിന് തൊട്ടപ്പുറം പോസ്റ്റ് പോലും നമുക്ക് അത്ര വിസിബിൾ അല്ല. നമുക്ക് ആ ഭാഗത്തോട്ട് പോയിട്ട് വേണം നമ്മുടെ കുരിശുമലയുടെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇതുവഴി നമുക്ക് പോകേണ്ടത് നേരെ മുകളിലോട്ടാണ്. കുറച്ച് നടക്കാനുണ്ട്, കുറച്ച് ദൂരം ഉണ്ട് പോകാം. ഇത് നമ്മൾ മുകളിലോട്ട് പോകുന്ന വഴിയുള്ള റിസോർട്ടാണ്. ഇവിടെ ഇങ്ങനെയുള്ള ഒരുപാട് റിസോർട്ടുകൾ ഉണ്ട് കേട്ടോ. ഈ ഒരു കയറ്റത്തിൽ ആകെ കൂടെ ഉള്ള ഒരു കട ഇതാണ്. ഇവിടുന്ന് വെള്ളമൊക്കെ വാങ്ങിയിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്, അല്ലെങ്കിൽ മുകളിലെത്തുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. ഇപ്പൊ അങ്ങനെ മഴ കുറച്ച് കൂടിയിട്ടുണ്ട്, പക്ഷെ നല്ല കോടയാ. ഞങ്ങൾ കയറി പകുതി പോലും എത്തിയിട്ടില്ല. ഇനി അങ്ങോട്ട് കുറെ പോകാനുണ്ട്. നമുക്ക് ഈ കോടയുള്ള വ്യൂ കൂടെ പോകുമ്പോൾ മഴയോടെ ഇതിന് ക്ഷീണമൊന്നും അറിയുന്നില്ല, പക്ഷെ കുറച്ച് ചെറിയ ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ. നിങ്ങളെ മുകളിലോട്ട് കയറി വരുമ്പോൾ അവിടെ റിസോർട്ട് ഉണ്ട്. ആ റിസോർട്ട് കഴിഞ്ഞ് എത്തുന്ന സ്ഥലത്ത് 2 റോഡ് കാണാം. നമുക്ക് ഈ മുകളിലോട്ടുള്ള വഴി തന്നെയാണ് പോകേണ്ടത്. ഇങ്ങോട്ടല്ല, ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഇനിയിപ്പോൾ കോടയായതുകൊണ്ട് നല്ല രസമുണ്ട് ഈ ഒരു അറ്റ്മോസ്ഫിയർ മൊത്തം. ഇപ്പം മഴ ജസ്റ്റ് ഒന്ന് നിന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് വേഗം കയറി പോകാൻ കഴിയും. നമുക്ക് ഈ വഴി മുകളിലോട്ട് നടക്കുക. നല്ല മഴ കൂടെ പെയ്തുകൊണ്ട് ഇവിടെ മുകളിലുള്ള റോഡിന്റെ അവസ്ഥയാണ് നിങ്ങൾ ഈ കാണുന്നത്. നടന്നു പോകാൻ പോലും പറ്റാത്ത രീതിയിൽ മുഴുവൻ ചളിയായി കിടക്കുക അവിടെ.
നടന്ന് ഇങ്ങോട്ട് വരാം. അല്ലാണ്ട് ഇതേപോലെ ജീപ്പ് സർവീസ് ഉണ്ട്. ജീപ്പ് ഇതാ ഈ പോയിന്റ് വരെയാണ് നമുക്ക് ജീപ്പ് കിട്ടുക. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ നടന്നു പോകണം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ വന്ന പോലെ ഇങ്ങോട്ട് നടന്നു വരാം. നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് പോകാണ്ട്. അവിടെയാണ് കുരിശുമലയുടെ സ്റ്റാർട്ടിംഗ് ഒക്കെ ആ ഭാഗത്തായിട്ടാ. ഇവിടെ നല്ല അബദ്ധാട്ടോ, റോഡ് ഫുള്ള് ചളിയാ. മഴ പെയ്തിട്ട് മൊത്തം ചളിയായി കിടക്കുക. പക്ഷെ നല്ല കോടയുണ്ട്. നമുക്കിനി മെല്ലെ മെല്ലെ അങ്ങോട്ട് പോവാം. നമ്മളിങ്ങനെ റോഡ് ഇവിടെ വരികയാണ്. ഇനിയിപ്പോ നമുക്ക് ഈ ഒരു വഴിയാണ് മുകളിലോട്ട് പോകേണ്ടത്. ഈ വഴി കയറിയിട്ട് മുകളിലോട്ട് പോകും. നമ്മളിങ്ങനെ മുകളിലെത്തി. ഇനി ഇതാ ഇവിടെയാണ്. ഇനി കുറച്ച് മുകളിലോട്ട്, അതായത് ഈ മല കയറാണ്, കുരിശുമല കയറാനേ ഉള്ളൂ. അതുവരെയുള്ള റോഡൊക്കെ കയറി നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല മഴയുണ്ട്, നല്ല കോടയുണ്ട്. കോട വേണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ എത്ര കോട ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. സത്യം പറഞ്ഞാൽ ഒന്നും കാണുന്നില്ല. നിങ്ങൾക്ക് ക്യാമറയിൽ എന്തൊന്നും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല, അല്ലാണ്ട് ഒന്നും കാണുന്നില്ല. നല്ല മഴയും പെയ്യുന്നുണ്ട്. പക്ഷെ നല്ല രസമാണ് കേട്ടോ. ഈ ഒരു എക്സ്പീരിയൻസ് കൂടെ വേണമല്ലോ. അതുകൊണ്ട് കൊടയൊക്കെ ചൂടി നമുക്ക് മെല്ലെ മുകളിലോട്ട് കയറി അങ്ങ് പോവാം. നമുക്ക് എന്തായാലും മെല്ലെ മെല്ലെ മുകളിലോട്ട് കയറി അങ്ങ് പോവാം. നമ്മള് അങ്ങനെ കുരിശുമലയുടെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. ചെറിയ മഴ, നല്ല കോട, ഇതിനപ്പുറം എന്താ വേണ്ടേ? ഇതൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ഈ മൺസൂണിൽ തന്നെ ഇങ്ങോട്ടൊക്കെ വാ, എന്നിട്ട് ഇതൊക്കെ ഒന്ന് കാണ്. അതും ഒരു അനുഭവമാണ്. ഇവിടെ നല്ല മഴയാണ്, നല്ല കോടയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ കോട മൊത്തം മാറി കിട്ടിയാലേ വ്യൂ കിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഈ അടുത്തുള്ള ഒരു രീതിയിലല്ലേ കാണുന്നുള്ളൂ. പക്ഷെ ഇവിടുത്തെ കോട മൊത്തം മാറിയാൽ മാത്രമേ നമുക്കൊരു വ്യൂ ഉള്ളൂ. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അങ്ങോട്ട് കുറച്ചുകൂടി എന്തെങ്കിലും വ്യൂ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അവിടെ കുറച്ചുകൂടി നടന്നു പോകും. കോട ഇറങ്ങി മൊത്തം കോടയും പോയി. ഇപ്പോൾ അതിന്റെ ഒരു വ്യൂ കിട്ടിയത്. നിങ്ങളത് നോക്കിക്കോ. ഇനി അടുത്ത കോട വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വ്യൂ മൊത്തം കണ്ടോ. അത് എനിക്ക് പറയാനുള്ളത്. പെട്ടെന്ന് അടുത്ത കോട വരുക. കോട വന്നോണ്ടിരിക്കുക. ഇപ്പൊ ഈ ഒരു വ്യൂ കണ്ടോ നിങ്ങൾ. ഇതാണ് കക്കാടംപൊയിൽ വ്യൂ. കക്കാടംപൊയിലാണെങ്കിലും നായാടംപൊയിലാണ് ഈ വ്യൂ പോയിന്റ് വരുന്നത്. കോട ഇറങ്ങി ചെറിയൊരു ഗ്യാപ്പേ നമുക്ക് കിട്ടിയുള്ളൂ. ഇപ്പൊ അടുത്ത കോട വരും. പെട്ടെന്ന് അടുത്ത കോട വരുന്നതിന് മുമ്പ് നമുക്ക് അതിന്റെ മുകളിൽ പിടിക്കാം. അതിന്റെ മുകളിൽ നമുക്ക് പോകാനുണ്ട്. ഒരു 5 മിനിറ്റേ നമുക്ക് സമയം കിട്ടുള്ളൂ. ഇപ്പൊ നോക്ക്, വീണ്ടും നേരത്തേക്കാളും കോടയായി. ആ ഒരു ചെറിയ സമയം നമുക്ക് കിട്ടിയിട്ടുള്ളൂ. നമുക്ക് ഇതിന്റെ മുകളിലോടൊക്കെ കയറി പോകാനുണ്ട്. പക്ഷെ കോടയിൽ അവിടെയൊക്കെ പോയിട്ട് എന്തെങ്കിലും കാണുമെന്ന് അറിയില്ല. ഇവിടെ തൊട്ടടുത്തുള്ള വ്യൂ പോലും നമുക്ക് കിട്ടുന്നില്ലല്ലോ. അതാണ് ഇവിടുത്തെ അവസ്ഥ. പക്ഷെ നേരത്തെ ചെറിയൊരു സമയം നിങ്ങൾ കണ്ടില്ലേ ഇതിന്റെ ഭംഗി. ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂല. ഇനി വീണ്ടും കോട പോകണം, എന്നാലേ നിങ്ങൾക്ക് ആ ഒരു ഭംഗി കിട്ടുള്ളൂ.
നമ്മളിപ്പോ ഈ പോകുന്ന വഴിയില്ലേ, ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ? എന്റെ മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മൾ മീശപ്പുലിമല പോയപ്പം ഇതുപോലെയുള്ള വഴികളിലൂടെയായിരുന്നു നടന്നു പോയത്. ഇതേപോലെയുള്ള പുൽമേടുകളിലൂടെ നമ്മൾ നടന്നു പോയിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ പോയി കാണട്ടോ. ഞാൻ മീശപ്പുലിമല പോകുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് പോയി കണ്ടാൽ മതി. അതേപോലെ തന്നെ വഴിയാണ് നിങ്ങൾക്ക് ഈ പോകുന്ന വഴി കണ്ടാൽ മനസ്സിലാവും. നമ്മൾ അവിടെ മീശപ്പുലിമല കയറുമ്പോഴും ഇങ്ങനത്തെ വഴി കൂടിയാണ് ഒന്ന് പോയത്. നിങ്ങൾ ഈ കണ്ടതാണ് കുരിശുമല. നോർമലി ഇല്ലേ നമ്മൾ ഇങ്ങോട്ട് വരുമ്പം ഇത് കക്കാടംപൊയിൽ വ്യൂ പോയിന്റ് എന്നാണ് പറയാ. പക്ഷേ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, കക്കാടംപൊയിൽ നിന്ന് കുറച്ചുകൂടി മാറിയിട്ട് നായാടംപൊയിലിന്റെ അടുത്തായിട്ടാണ് ഈ കുരിശുമല വരുന്നത്. ഇത് വരുന്നത് തിരുവമ്പാടി മണ്ഡലത്തിലാണ്, കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടിയിലാണ് ഈ ഒരു കുരിശുമല വരുന്നത്. നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2200 അടി ഉയരത്തിലാണ് ഇതാ ഞാനിപ്പോൾ നിൽക്കുന്നത്. അത്ര ഉയരത്തിലാണ് ഈ ഒരു കുരിശുമല വരുന്നത്. 18.5 ഹെക്ടർ ചുറ്റി കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ മൊത്തം. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മൊത്തം 4 മലകൾ കാണാൻ പറ്റും. ആ 4 മലകളിലേക്ക് നമുക്ക് പോയിട്ട് ഇതേപോലത്തെ വ്യൂ കാണാൻ പറ്റും. ഓരോ മലകളുടെ മുകളിൽ നിന്നുള്ള വ്യൂ വ്യത്യസ്തമാണ്. നമ്മൾ ആദ്യം നിന്നപ്പോൾ കണ്ട വ്യൂ അല്ല രണ്ടാമത്തെ വന്നപ്പോൾ. ചില സ്ഥലത്ത് നമുക്ക് കോട വന്നിട്ട് വ്യൂ കുറച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ നിൽക്കുന്നിടത്ത് ഒരു 360 വ്യൂ കിട്ടും. അതേപോലെ എനിക്ക് പിന്നിൽ കാണുന്ന അവിടെ ഇല്ല, അവിടെ നിങ്ങൾ പോയാൽ അവിടെ നിന്ന് ഒരു 360 വ്യൂ നിങ്ങൾക്ക് കിട്ടും. അത്ര മനോഹരമായ ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് എങ്ങനെ അങ്ങോട്ട് വരുന്നത് വെച്ചാൽ, ബസ്സിനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ കോഴിക്കോട് നിന്ന് എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് നായാടംപൊയിൽ വരെ ബസ് ഉണ്ട്. ആ ഒരൊറ്റ ബസ്സേ കോഴിക്കോട് ബസ് സ്റ്റാൻഡിന്നുള്ളൂ, KSRTC ആണ്. അല്ലെങ്കിൽ നിങ്ങൾ തിരുവമ്പാടി വന്നിട്ട് ഇങ്ങോട്ട് വരണം. പിന്നെ കക്കാടംപൊയിലേക്ക് നിങ്ങൾക്ക് ബസ് കിട്ടും. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് നിങ്ങൾക്ക് ഒരു 4 കിലോമീറ്റർ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും. പിന്നെ താഴെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് ജീപ്പ് സർവീസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു 2 കിലോമീറ്റർ നടന്ന് മുകളിലോട്ട് വരാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് ഇങ്ങോട്ട് എത്താനുള്ള വഴി. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഇങ്ങോട്ട് വരണം. ഈ മൺസൂൺ കഴിയുമ്പോൾ മുന്നേ തന്നെ വരുന്നതായിരിക്കും നല്ലത്. കാരണം മഴ പെയ്ത് കാണുന്ന ഈ ഒരു പച്ചപ്പാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഭംഗി. ഓരോ മലകളിലും നിങ്ങൾക്ക് കയറി നോക്കുമ്പോൾ നിങ്ങൾ കണ്ടതാണല്ലോ, ആ ഒരു ഭംഗി, ആ ഒരു സീനറി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ മഴക്കാലത്ത് തന്നെ ഇങ്ങോട്ട് വരണം. അപ്പൊ ഈ ഒരു ആഗസ്റ്റ് മാസം അവസാനിക്കുന്നത് വരെ നിങ്ങൾക്ക് ഇവിടുത്തെ ഈ ഒരു ഭംഗി ഉണ്ടാവും. അപ്പൊ അതിനെ മുന്നേ തന്നെ നിങ്ങൾക്ക് ഒറ്റ ദിവസത്തെ ഒരു ലീവൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഒരു സൺഡേ ഒക്കെ നോക്കിയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റും. പിന്നെ ഞായറാഴ്ച നല്ല തിരക്കായിരിക്കും ഇവിടെ എന്നാണ് കേട്ടത്. അപ്പം സൺഡേ അല്ലാത്ത, അതായത് ഒരു വീക്ക് ഡേയ്സിൽ വരുന്നതായിരിക്കും നല്ലത്. വീക്കെൻഡ് എപ്പോഴും തിരക്കായിരിക്കുമല്ലോ. അങ്ങനെ വന്നാൽ എന്താ ഒരു കാമായിട്ട്, ഒരു വളരെ ശാന്തമായിട്ട് നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടുപോകും. അധികം തിരക്കൊന്നും ഇല്ലാതെ നമ്മുടെ എന്താ പറയുക, ഈ ഒരു അറ്റ്മോസ്ഫിയർ അത്രയ്ക്ക് മനോഹരമാണ്. നമുക്ക് വളരെ ശാന്തമായിട്ട്. പിന്നെ മഴ, ഇപ്പം ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു, അതും ഇപ്പം നിന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടോ, നമുക്കിങ്ങനെ എത്ര നേരം വേണേൽ മനസ്സ് ശാന്തമാക്കാൻ വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ഒരു കുരിശുമല എന്ന് പറയുന്നത്. നമുക്കിനി അതിന്റെ മുകളിലൂടെ കയറണം. അവിടെ നമ്മൾ കയറിയിട്ടില്ല, അങ്ങോട്ട് കൂടെ കയറിയിട്ടേ നമ്മൾ തിരിച്ചിറങ്ങുള്ളൂ. അപ്പം ഇവിടെ നല്ലൊരു വ്യൂ കണ്ടപ്പോൾ നിങ്ങളടുത്ത് ഈ കാര്യങ്ങൾ പറയാന്ന് വെച്ചാൽ അവിടെ ഇരുന്നത്. ഇനി നമുക്ക് അതിന്റെ മുകളിലൂടെ കയറിയിട്ട് അവിടെ നിന്നുള്ളൊരു വ്യൂ കൂടെ കണ്ടിട്ട് തിരിച്ചിറങ്ങാം. നമ്മളിവിടെ വന്നപ്പോഴേ ഒരു ഫാമിലിനെ കണ്ടിട്ടുണ്ട്. ചേട്ടന്റെ പേര് മുഹമ്മദ് ഷാഫി എന്നാണ്. മലപ്പുറം എവിടെയാണ് സ്ഥലം? പൊന്മള. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? നിങ്ങളെ പേരെന്താ? എങ്ങനെയുണ്ട് നമ്മുടെ കുരിശുമല? സൂപ്പർ അല്ലേ? അപ്പൊ ശരി, ഓക്കെ. നമ്മളെ ലാസ്റ്റ് കുന്നിലോട്ട് കയറി പോവാ. ആ കയറി പോകുന്നിടത്ത് ഇങ്ങനെയുള്ള ഒരു വ്യൂ ഉണ്ടോ? അതൊന്ന് നോക്ക് നിങ്ങള്. എന്താ പറയണ്ടേ?
അവസാനത്തെ കുന്നിലെ കൂടെ കയറി ഇവിടെ കണ്ടിട്ട് നമുക്ക് തിരിച്ചിറങ്ങാം. പക്ഷെ ഇവിടെ പുറകിലുള്ള വ്യൂ ഞാൻ പറഞ്ഞില്ല, ഓരോ വ്യൂ പോയിന്റിന്നും ഓരോ വ്യൂ ആണ്. ഓരോ സൈഡിൽ വന്നാൽ ഓരോ വ്യൂ ആണ്. എനിക്ക് തോന്നുന്നു 2-3 മണിക്കൂർ നടന്ന് കാണാനുണ്ട് ഇത് മൊത്തം. അത്രയും സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ കണക്കാക്കി വേണം ഇങ്ങോട്ട് വരാൻ. ഓരോ വ്യൂവിൽ നമ്മൾ വിചാരിക്കും ഇതാണ് ഏറ്റവും അടിപൊളി, പക്ഷെ അടുത്ത സ്ഥലത്തോട്ട് എത്തുമ്പോൾ അതായിരിക്കും അടിപൊളി. നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ പോകാൻ തോന്നൂല. ഇപ്പൊ ആ ഭാഗത്തു നിന്നൊക്കെ കോട ഇങ്ങനെ വന്നിട്ട് മൂടിക്കൊണ്ടിരിക്കും. 2 സൈഡിൽ നിന്നും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. 2 ഭാഗത്തു നിന്നും കോട ഇങ്ങനെ നടുക്കോട്ട് വന്നിട്ട് ഈ വ്യൂ ഇപ്പൊ ഇല്ലാണ്ടാവും. 5 മിനിറ്റിനുള്ളിൽ ഈ വ്യൂ നമുക്ക് കിട്ടൂല. ഇനി അത് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഈ ഒരു കുന്നിന് ഞാൻ പറഞ്ഞില്ല കുരിശുമല എന്നാ പേരെന്ന്. ആ പേരിന് കാരണക്കാരനായിട്ടുള്ള കുരിശാണ് ഇതാ അവിടെ നിൽക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടില് എന്തെങ്കിലും കാണുന്നുണ്ടോ? ഫുൾ കോട വന്നു. ഇതാണ് അവിടുത്തെ അവസ്ഥ. കോട വരും, പിന്നെയും പോവും, പിന്നെയും വരും. പക്ഷെ അതൊരു ഭംഗിയാണ് ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോ. കാഴ്ചകളൊക്കെ കണ്ട് ഇനി തിരിച്ചിറങ്ങണ്ടേ? കുറെ സമയമായി നമ്മളിവിടെ വന്നിട്ട്. എന്ന് ശരിക്കും പറഞ്ഞാൽ തിരിച്ചു പോകാനൊന്നും തോന്നൂല. അതുപോലത്തെ ഒരു സ്ഥലമാണ്. എന്നാലും നമുക്കിനി തിരിച്ചു പോകണം. സമയം ഇപ്പൊ 2:30 കഴിഞ്ഞു. നിങ്ങൾ അവിടെ ദൂരെ ഒരു വെള്ളച്ചാട്ടം കാണുന്നുണ്ടോ? വെള്ളച്ചാട്ടമല്ല, ഒരു അരുവി കാണുന്നുണ്ടോ അവിടെ അങ്ങ് ദൂരെയായിട്ട്? അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് ഇനി നമുക്ക് തിരിച്ചു പോവാണ്. വീണ്ടും മഴ വന്നു. ഇനിയിപ്പോ എന്താ അവസ്ഥ അറിയില്ല. ഇനി കുറച്ചു ദൂരം നടക്കാനില്ലേ? അപ്പൊ ഇവിടുത്തെ മൊത്തം കാഴ്ചകൾ നമ്മൾ ഇതാ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് താഴോട്ട് പോവാം. നല്ല മഴയും വന്നു. നേരത്തെ നമ്മളെ ഇങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് ഇവിടെ മൊത്തം കോടയായിരുന്നു. ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. നല്ല കോടയല്ലായിരുന്നു. ഇപ്പൊ ഇറങ്ങി പോകുമ്പോൾ ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഇവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടതിന് പോവോ? ഇനി ഇവിടുന്ന് തിരിച്ചു പോകണ്ടോ? അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് പറയണം. കാരണം നിങ്ങളുടെ കമൻറ്റുകൾ വരുന്ന സമയത്ത് മാത്രമേ എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു മനോഹര യാത്രയായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.